ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ അക്കാദമിയായ എവർഗ്രീൻ അക്കാദമിയിലാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇതിന് മുമ്പ് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ ചെറിയ ബാച്ചിലെ കുട്ടികളെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അവരെ തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ചലഞ്ച് ചെയ്യുകയാണ്. സംഭവം എന്താ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മിനി പോസ്റ്റ് വെച്ചിട്ട് അതിലേക്ക് സ്കോർ ചെയ്യുന്നതാണ് ഇന്നത്തെ ചലഞ്ച്. ഇന്ന് ജയിക്കുന്ന ആൾക്ക് ഇതിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഇന്നല്ല കൊടുക്കുക, അടുത്ത ക്യാമ്പിലാണ് കൊടുക്കുക. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാലോ ഗൈസ്. അതിന് മുമ്പേ നമ്മുടെ അക്കാദമിയിൽ നമ്മൾ ക്യാമ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്, മുമ്പേ സ്റ്റാർട്ടായതാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കാം, അതിൽ കയറിയിട്ട് ചെക്കൗട്ട് ചെയ്യാം. അത് നമ്മളെ ഏജ് കാറ്റഗറി വരുന്നത് 5 വയസ്സ് തൊട്ടിട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അപ്പോൾ നമ്മൾ മിനി പോസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ സർക്കിളിൽ നമ്മൾ ബോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അടിച്ചിട്ട് അതിലേക്ക് സ്കോർ ആക്കുന്ന ആൾക്ക് നമ്മൾ അടുത്ത ക്യാമ്പിൽ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോ ഇടും. അപ്പം എല്ലാവരും ചാനൽ കയറിയിട്ട് സബ് ചെയ്തേക്കുക. എന്നാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അത് നോട്ടിഫിക്കേഷനായിട്ട് സബ് ചെയ്താൽ മാത്രം പോരാൻ, ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ വിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തും. അപ്പം ആരും മറക്കണ്ട, അടുത്ത ക്യാമ്പിൽ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, റെഡി ഗായ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്, മോൻ്റെ പേരെന്താ? ഷാസമൻ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ പോസ്റ്റ് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ആ കാണുന്ന ചെറിയ മിനി പോസ്റ്റ് ഇല്ലേ, അതിലേക്ക് സ്കോർ ചെയ്യലാണ്. അപ്പോൾ റെഡിയാണോ? കോൺഫിഡൻസ് ഉണ്ട്? കയറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? എന്നാ നമുക്ക് പോവാം, ചെയ്യാം. അച്ചോ, പവർ അടിക്കേണ്ട പ്ലേസ് നോക്കിയിട്ട് അടിച്ചായി. ഓ, സെറ്റ് 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 സെറ്റ്. വാ 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 വാ. അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ നമ്മുടെ എന്തേനു ഷാസമൻ ആള് സ്കോർ ചെയ്തിട്ടാണ്. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് ആരാന്നുള്ളത് നോക്കാം. വാ, ഗുഡ്. അപ്പൊ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദ്യം ഓർമ്മ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ആദ്യമായിരുന്നു വിന്നർ. അപ്പൊ ഈ വീഡിയോയില് ഈ ഒരു ചലഞ്ചിൽ ഇതിൽ വിന്നർ ആവോ? കേറ്റുവോ? ഓക്കെ, നോക്കാം. ബോളാണ്. അപ്പൊ ആദ്യം കേറ്റുവോ? ഓക്കെ. ഓ, ആദി സോ ക്ലോസ്. സാരല്ല. അപ്പോ ഏതായാലും ആദ്യം പുറത്തായിരിക്കാണ്. കാരണം എന്താ വെച്ചാല് നമ്മള് ആദ്യം ഒരാൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ആൾക്ക് നോക്കാം. അപ്പൊ ഗായ്സ്, നമ്മുടെ മൂന്നാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രണവല്ലേ. സ്കോർ ചെയ്യും തോന്നുന്നു. ഉറക്കല്ല സംസാരിക്കും. ചെയ്യോ? കോൺഫിഡൻസ് ഉണ്ടോ? അത് ഭയങ്കര ആട്ടക്കാരനാ. ഓക്കെ, ചെയ്യ്. അതിനുള്ളിലേക്ക് ടാർഗറ്റ് കറക്റ്റ്. ഓക്കെ, ചെയ്തോ. ഓ, നോക്കി വള്ളി കയറിയാലോ. സാരല്ല, നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ ഇതിന് ഏതായാലും നമ്മുടെ പ്രണവും ഫെയിൽഡ് ആയിരിക്കാണ്. അപ്പൊ അടുത്ത ആള്. അപ്പൊ ഗായ്സ്, നമ്മള് നാലാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഷാം അല്ലേ, നമ്മളെ ബിഗ് പ്ലെയർ ആണ്. നമ്മളെ ജൂനിയേഴ്സിലെ ബിഗ് പ്ലെയർ. ഒരാളോടെ ഉണ്ട് പഞ്ചവരുത്തി, ഒരാളല്ല, എല്ലാവരും ബിഗ് പ്ലെയർ ആണ്. പക്ഷെ നമ്മളെ നോട്ടക്കാരൻ. ഓക്കെ, ഇഷാമേ, ഇതില് സ്കോർ ചെയ്യണം. ഞാൻ ഹൈപ്പോ കൊടുത്താണ് ചടുത്തിക്കരുത്. ഏതാണ് കെടുത്തത്? ഓക്കെ, ചെയ്തോ. കറക്റ്റ് പോകണ്ടോ? ഇഷാമേ, ഞാൻ പറഞ്ഞത് ഫൈസിലെ പോസ്റ്റിലല്ല പറഞ്ഞത്, മിനി പോസ്റ്റിലാണ് പറഞ്ഞത്. അപ്പൊ ഗൈസ്, നമ്മുടെ ഹൈപ്പ് കൊടുത്ത നമ്മുടെ ഇഷാം ഏതായാലും ഫെയിൽ ആയിരിക്കാണ്. അപ്പൊ അടുത്ത ചലഞ്ചില് നോക്കാം. അപ്പൊ ഇതില് സൈഡ് പോയിരുന്നാലോ? ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മുടെ അഞ്ചാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് പേരെന്തായിരുന്നു? ഇഷാൻ. അപ്പൊ ഇഷാന്റെ ട്രൈ ആണ്. ഇഷാനെ സ്കോർ ചെയ്യോ? ഓക്കെ, നോക്കാം. ഓ, സാരല്ല. ഏതായാലും അടുത്ത് നോക്കാം കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നു, ആറാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് പേരെന്തായിരുന്നു? യുവൽ കൃഷ്ണ. ഓക്കെ, അപ്പൊ അതിൽ കേട്ടോ. ഒരാളാണ് ഇപ്പൊ സ്കോർ ചെയ്തത്. ഇനി അടുത്തത് സെക്കൻഡ് ആകണോ? ഓക്കെ. ഗൈസ്, സോ ക്ലോസ്, പുറത്താണ്. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത ട്രൈയിലേക്ക് പോവാം ഗൈസ്. അപ്പോ നമ്മളെ അടുത്ത ബിഗ് പ്ലെയർ നമ്മുടെ അലൻ അല്ല, സ്കോർ ചെയ്യോ? ടാർഗറ്റ് ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ചലഞ്ചില് ജസ്റ്റ് മിസ് ആണ്. അപ്പൊ ഇതില് അലൻ ടാർഗറ്റിലേക്ക് പോകണോ? എന്താണ് നോക്കണ്ടേ? സാറല്ല ഗൈസ്. അപ്പൊ അലന്റെ ഈ ട്രൈയും ഫെയിൽ ആയിരിക്കാണ്. അപ്പൊ നേരെ പുറത്തേക്കല്ല, ഓടിക്കോ ഗൈസ്. അപ്പൊ നമ്മളെ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നബുവാനാണ്. നബുവാന് ആള് സീനാണ്. നബുവാന്റെ കിക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ
കുറച്ച് ഡിസിപ്ലിന്റെ കുറവുണ്ട്. അതും കൂടി ക്ലിയർ ആയാൽ നെബോൻ ടോപ്പാണ്. നെബോനെ സ്കോർ ചെയ്യോ? നോക്കാം. ഓക്കെ, ട്രൈ ചെയ്തോ. നെബോനെ പൊക്കി അടിക്കാനല്ലേ നെബോനെ ഞാൻ പറഞ്ഞത്. ഗ്രൗണ്ട് ബോൾ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞ് പൊക്കി അടിച്ചാലൊന്നും കുഴപ്പമില്ല, സാറില്ല. ഏതായാലും അടുത്ത നോക്കാം. അപ്പോ നമ്മുടെ അക്കാദമിയിലെ ഏറ്റവും ഏജ് കുറഞ്ഞ കുട്ടിയാണ്. എത്ര വയസ്സ്? 5 വയസ്സല്ലേ? പേരെന്താ? പേര് പറയും. എന്റെ പേര് അറിയില്ല? നിന്റെ പേരെന്താ? അറിയില്ലേ? എന്റെ പേര് നിനക്ക് അറിയില്ലേ? ഏതായാലും പേരറിയില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് ഏതായാലും ആ കാണുന്ന പോസ്റ്റില്ലേ, ആ ചെറിയ പോസ്റ്റില്ലേ, ആ പോസ്റ്റിലേക്ക് അടിച്ചിട്ട് ഗോളാക്കാം. ഓക്കെ ഓക്കെ, ട്രൈ ചെയ്തോ. ആ അങ്ങനെ പവറില്. ഗുഡ്. സാറില്ല അടിച്ച് അങ്ക അടിക്കാൻ അറിയില്ല പറഞ്ഞേ. അടിക്കാൻ അറിയാലോ, അടി പോയല്ലോ. ഗോളിലായിട്ടില്ല എന്നല്ലോ പ്രശ്നം. സാറില്ല, നമുക്ക് അടുത്ത റെഡിയാക്കാം കേട്ടോ. അറിയാം, മോനറിയാം. അപ്പൊ ഗൈസ്, നമ്മുടെ ചലഞ്ചിലെ വിന്നർ മറ്റാരുമല്ല, എന്തേലും ഷാസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗിഫ്റ്റ് ഞാൻ അടുത്ത ക്യാമ്പിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു ഡേ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടില്ല, പ്രതീക്ഷിക്കാതെ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പൊ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അപ്പൊ ചാനൽ ആരും സബ് ആക്കാൻ മറക്കണ്ട. അപ്പൊ കമന്റ് കാണട്ടെ നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ